അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായിട്ടോ വ്ളോഗായിട്ടോ റെസിപ്പി ആയിട്ടോ എന്തെങ്കിലുമൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ ഇന്നെങ്ങനെയായാലും എന്തെങ്കിലും വീഡിയോ ആയിട്ടാണ് വിചാരിച്ചിട്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു വ്ളോഗാക്കി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ രാവിലേക്ക് ചായക്ക് കടിക്ക് ഉണ്ടാക്കി എടുക്കുന്നത് ദോശയാണ്. അപ്പോൾ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതാ നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചാറിങ്ങോണ്ട് നിൽക്കണ്. നല്ലോണം അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. വെയിൽ ഇങ്ങനെ ഉദിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഇതുവരെ ഇരുട്ടുത്തി നിൽക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ദോശ ചുടുന്നതിൻ്റെ ഇടയിലൊന്ന് പോയി വീഡിയോ എടുത്തതാണ്. പിന്നെ ഇന്ന് ദോശയ്ക്ക് ഈസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അത് ഉള്ള സാധനങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയും ഉരുളൻകിഴങ്ങൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ചേർക്കാൻ കേട്ടോ. എനിക്ക് ചെറിയൊരു പുളി വേണം കറിക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു തക്കാളിയും കൂടെ എടുക്കും. ഉരുളൻകിഴങ്ങൊക്കെ ഉള്ളിയുടെ ചോട്ടിൽ പെട്ട് പോയിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ്. പച്ചക്കറികൾ ഇട്ട് വെക്കാനും വേണ്ടിയിട്ട് സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെക്കും. പിന്നെ ഈ കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും. പിന്നെ പ്രാണിയൊന്നും വന്നിരിക്കില്ലല്ലോ. നമ്മൾ പച്ചക്കറിയിലൊക്കെ പ്രാണികൾ വന്നിരിക്കുമല്ലോ. വർഷക്കാലമായ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചാൽ പിന്നെ അതിലേക്ക് പ്രാണിയൊന്നും വന്ന് കയറൂല. പിന്നെ ഇടയ്ക്കൊന്ന് ഡോറ് തുറന്നിട്ട് കൊടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പുഴുങ്ങി ചവിട്ടോ ഈ പച്ചക്കറികളൊക്കെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഡോറ് തുറന്നിട്ടിട്ട് കാറ്റ് കൊള്ളിക്കും. അങ്ങനെ ഞാനിതാ പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. തക്കാളി ഫ്രിഡ്ജിലായതുകൊണ്ട് എടുത്ത് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പിന്നെ ദോശ ചുടൽ കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ പച്ചക്കറികളൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉരുളൻകിഴങ്ങൊന്ന് നല്ല ചെറുതായിട്ടല്ല കേട്ടോ, ഒരു മീഡിയം സൈസ് കനത്തിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആദ്യം 4 ഉരുളൻകിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇത് കട്ടി കുറവായി പോകും, തിക്കുണ്ടാവില്ല കറി. അപ്പോൾ ഞാൻ ഒരു ഉരുളൻകിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിയായിട്ടുള്ള ഇസ്റ്റല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. കുറഞ്ഞൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കാറ്. എന്നാലും നമുക്ക് ദോശ കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമുണ്ടല്ലോ, ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ചിട്ട് തീരെ നീരില്ലാണ്ട് അത് കഴിക്കുമ്പോൾ ഉപ്പേരി കൂട്ടിയിട്ട് ദോശ കഴിക്കണ മാതിരി തോന്നിക്കൂട്ടോ. അപ്പോൾ ഞാൻ കുറഞ്ഞൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. എന്നാലും നമുക്ക് ഒന്നും കൂടെ കഴിക്കാനൊരു സുഖം കിട്ടുക. അപ്പോൾ അങ്ങനെ ഉണ്ട് ഞാൻ ഉണ്ടാക്കണത്. അങ്ങനെ ഞാനിതാ കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വലിയ ഉള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ ഉള്ളി വലുതാക്കി കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് നല്ല കുഴഞ്ഞ് കിട്ടൂലേ, അങ്ങനെ കിട്ടും കേട്ടോ. വലിയ കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടൂല. ഈ ഉരുളക്കിഴങ്ങ് വേകുമ്പോഴേക്ക് തന്നെ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നല്ല കുഴഞ്ഞ് പോയിട്ടുണ്ടാവും കേട്ടോ. ഉള്ളി ഇട്ടിക്കണമെന്ന് അധികം തോന്നിക്കൂല. അങ്ങനെ ഞാൻ എന്താ ചോപ്പറിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഫുള്ളായിട്ട് ഉള്ളി ഇട്ട് കൊടുത്ത് നോക്കി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇതിൽ തന്നെ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ഇതിൽ നിന്ന് മാറ്റിയിട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് പിന്നെ ചോപ്പ് ചെയ്തെടുത്തത്. ഫുള്ളായിട്ട് ചോപ്പ് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് ചോപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പകുതി ഇതിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ തന്നെ നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേറെ പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചോപ്പ് ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ആദ്യം ഒരു ഇലക്ട്രിക് ചോപ്പറാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ എനിക്കൊരു പണി തന്നിട്ടോ. അതിൻ്റെ പ്രസ് ചെയ്ത് കൊടുക്കണ ബട്ടണ് പ്രസ് ആവണില്ല കേട്ടോ, അവിടെ സ്റ്റക്കായി നിൽക്കണേ. അതിനിപ്പോൾ ശരിയാക്കാൻ പറ്റുമോ എന്ന് കൊണ്ടുപോയി നോക്കണം. ഇതിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നരാ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. ചോപ്പർ നല്ല ആവശ്യമാണ് കേട്ടോ. നമ്മൾ നോമ്പായാലാണ് അധികം ആവശ്യമുള്ളത്. പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചോപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എന്താ ഉള്ളിയൊക്കെ ഞാൻ 2 ട്രിപ്പും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ കഴിയും, പക്ഷേ അത് നല്ല ജ്യൂസ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാനിത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തക്കാളിയൊന്നും വേണമെങ്കിൽ ആരും സ്റ്റൂവിൽ ഇടേണ്ടാവില്ല കേട്ടോ, പക്ഷെ ഞാനിടും. എനിക്ക് കറി ആവുമ്പോൾ ചെറിയൊരു പുളി വേണം. അപ്പോൾ ചെറിയൊരു തക്കാളിയെങ്കിലും ചേർത്ത് കൊടുക്കാണ്ട് എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല കേട്ടോ. കറി കഴിക്കണുണ്ട് തോന്നിക്കണമെങ്കിൽ ഒരു പുളി വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഒരു ചെറിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ പച്ചക്കറികളൊക്കെ കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി വാട്ടിയിട്ടൊന്നല്ല കേട്ടോ ഇട്ട് കൊടുക്കണത്, എല്ലാം ഒരുമിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. വെള്ളത്തിൽ തന്നെ ഉണ്ട് വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. മറ്റേത് ഉരുളൻകിഴങ്ങൊന്ന് വേവിച്ചെടുക്കുക, പിന്നെ ഉള്ളിയും തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട്
അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിക്കാനൊക്കെ കുറേ അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറേ റിസ്ക് അല്ലേ. ഇതാകുമ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിച്ച് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ ചെറിയതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഉരുളൻകിഴങ്ങ് വെന്ത് വരുന്ന ടൈം കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ 2-3 വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളൻകിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ വേവണ പച്ചക്കറിയാണല്ലോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അതെല്ലാം കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിക്കുന്ന ടൈമിൽ കറിവേപ്പില എന്തായാലും വേണം. സ്റ്റൂക്ക് ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മല്ലിയില എങ്ങനെയാലും കയ്യിലില്ല, കറിവേപ്പിലയും കൊണ്ടുവന്ന് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തൈ ഇതാ കോഴിക്കൂടിൻ്റെ മുകളിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. താഴത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞെങ്കിൽ എങ്ങനെയാലും ഈ തൈ ഇവിടെ ഉണ്ടാവും തോന്നണില്ല. അപ്പോൾ കോഴിക്കൂടിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ കേട്ടോ. കോഴിക്കൂട് എങ്ങനെയാലും വാർത്തുണ്ടാക്കിയ കോഴിക്കൂടാണല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്താൽ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് നശിപ്പിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഒന്നിങ്ങനെ വലുതായി വന്നിട്ടുണ്ട്. അങ്ങനെ വേറൊരു തൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 ഇതൾ പൊട്ടിക്കാൻ വന്നതാണ്. തലപ്പ് പൊട്ടിക്കാൻ മനസ്സ് വരണില്ല. അപ്പോൾ 2 അല്ലിയായിട്ട് പൊട്ടിച്ചെടുത്താൽ കേട്ടോ. പിന്നെ കോഴിക്കൂട്ടിലതാ കോഴി ലേബർ റൂമിൽ കയറിയിട്ടുണ്ട്. കോഴിക്കളെ ലേബർ റൂം ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവളതിൽ മുട്ടടാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്നുണ്ട്. വേപ്പിലൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴേക്കും കുക്കർ 2-3 വിസിലടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല വെന്ത് കിട്ടിക്കണം കേട്ടോ. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിക്കണേ. ഇനിയിപ്പോൾ ഈ ഉരുളൻകിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. ഈ സാധനം വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ കഴിയും കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് ഉടക്കണേക്കാട്ടിലും സൂപ്പറായിട്ട് ഉടച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് 2-3 വർഷമായി കേട്ടോ. ഇത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ എന്ത് സംഭവം ഉടച്ചെടുക്കണമെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ എടുക്കാറ്. പൂളൊക്കെ വന്നിട്ട് ഉടച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അതായിട്ട്. നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് ഉടക്കുമ്പോൾ ഒരുപാട് നേരം എടുക്കൂലേ, ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അങ്ങനെ ഉടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചട്ടി കത്തിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാനത് 2 ഉണക്കൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റൽ മുളക് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ പഴുത്ത മുളക് ഉണക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 എടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ടൈമിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മല്ലിയില കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഇപ്പോൾ ഇതിനായിട്ടിപ്പോൾ മല്ലിയിലേക്ക് പോകൽ നടക്കൂല, മേടിക്കാൻ പോകൽ. നമ്മൾ വീട്ടിലുള്ളവർക്കല്ലേ, പുറത്തുള്ളവരാരും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ഇതാ ഒരു 2-3 തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഇസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടു. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഇസ്റ്റു ഉണ്ടാക്കണത് തന്നെ ആവും, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഇസ്റ്റു. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ചെറിയൊരു പുളിയോട് കൂടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ലെവലാക്കി വെച്ചതിന് ശേഷം ഞാനത് ചായക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാൽപ്പൊടി കലക്കി തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാലൊഴിച്ചിട്ടുള്ള ചായയുടെ അതേ ഫീൽ തന്നെ ഉണ്ടാവുക. ആദ്യം പാൽപ്പൊടി ഇതുപോലെ വേവിച്ചിട്ട് പൊടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ചായ കുടിക്കുന്ന ടൈം ആയപ്പോഴേക്കും ഒരു 9 മണി 9:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കളൊന്നും ഇപ്പോഴും എണീറ്റ് വന്നിട്ടില്ല. ഞാനിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കട്ടെ, ഉപ്പാക്ക് ചായ കുടിക്കാണ്ട്. പിന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കാക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മക്കളെയൊക്കെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ മഴയും കൂടെ പെയ്യൽ തുടങ്ങിയപ്പോഴും നല്ല സുഖത്തിൽ മൂടി പുതച്ച് അങ്ങനെ കിടക്കും കേട്ടോ. നല്ല സുഖമല്ലേ, ആരും പെട്ടെന്ന് തന്നെ വിളിക്കാനും പോകില്ല, അങ്ങനെ കിടക്കും. രാവിലെ മദ്രസ് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എണീക്കുമല്ലോ. ഇവർക്ക് മദ്രസ് പോകാനും ഇല്ല കേട്ടോ. സ്കൂളിൽ തന്നെ മദ്രസ് ആയതുകൊണ്ട് ആ 2 മാസത്തെ സ്കൂൾ പൂട്ടിൽ എല്ലാം ഒരുമിച്ച് പൂട്ടല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പേടിയില്ലാണ്ട് അങ്ങനെ കിടക്കാമല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ വിളിക്കാൻ പോവാണ്. ഉമ്മ അവിടെ കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇക്കിലേക്കിട്ട് അങ്ങനെ ഉണർത്തുന്നുണ്ടോ. അവർ വെളിച്ചം വന്നപ്പോൾ തലയോണ്ട് മറച്ച് വെച്ചിക്കണ്. അവർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണീറ്റ് പോകുമ്പോൾ തലയാണയും പുതപ്പൊക്കെ മടക്കിയിട്ട് അങ്ങനെ 4 പുറവും വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യാറ്. പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ ആണ് വീണിട്ടുണ്ടെങ്കിൽ പണിയാവില്ല. അങ്ങനെ 2-3 പ്രാവശ്യം വീണിട്ടുണ്ട്. പിന്നെന്താ വലിയോലും എണീറ്റിട്ടില്ല. വലിയോലും ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ഉണർത്തുകയാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫാൻ ഓഫാക്കിയാലും കേട്ടോ പിന്നെ എണീറ്റ് പോരുള്ളൂ, അല്ലെങ്കിൽ അതേപോലെ വീണ്ടും കിടക്കും. അങ്ങനെ അത് എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ആൾ സിറ്റൗട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് മണ്ടി വരികയാണ്.
ഇക്കാൻ്റെ മടിയിലുണ്ട് കേട്ടോ ഒരാൾ. ഇക്ക ഷർട്ട് ഇടാത്തതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. അങ്ങനത്തെ എല്ലാവരും മുഖമൊക്കെ കഴുകി വന്നിട്ട് ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയോട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.